സമയം രാവിലെ 9 മണി. നേരെ ഫുഡ് ഉണ്ടാക്കാനായിട്ട് അടുക്കള കയറി. വൈഫും പിള്ളേരും നാട്ടിലാണ്, അതുകൊണ്ട് ഞാൻ തന്നെ വേണം എല്ലാം ചെയ്യാൻ. ഞാനുണ്ടാക്കിയ ഫുഡ് ഞാൻ തന്നെ കഴിച്ചിട്ട് നേരെ അടുക്കള കയറി ടഫേന്നും പറഞ്ഞ് ക്ലീൻ ചെയ്തു. ഇനി നമുക്ക് നമ്മുടെ ഡെലിവറി ജോബിന് ഇറങ്ങാം. വെൽക്കം ടു ഡേ 2 ഓഫ് UK ഡെലിവറി ജോബ് വീഡിയോ സീരീസ്. ഇന്നലെ നമ്മൾ 7 മണിക്കൂറോളം വർക്ക് ചെയ്ത് 150 പൗണ്ട് ഏൺ ചെയ്തേ. ഇന്ന് നമുക്ക് ആമസോണിന്റെ 2 ഷിഫ്റ്റ് കിട്ടി. ഒരെണ്ണം മോറിസൺസിന്റെ 11:30 തൊട്ട് 1:30 വരെ ഗ്രോസറി ഡെലിവറിയാണ്. അങ്ങനെ നേരെ മോറിസൺസ് ചെന്നു. 4 വീട്ടിൽ കൊടുക്കാനുണ്ട്. 19 ബാഗുണ്ട്. നേരെ ട്രോളി എടുത്തുകൊണ്ട് അകത്തോട്ട് പോയി പാഴ്സൽ കളക്ട് ചെയ്യാം. ദേ ഇവിടെ ഇങ്ങനെ റാക്കിലാക്കി നമുക്ക് കൊടുക്കാനുള്ള ആമസോണിന്റെ ഗ്രോസറി ഐറ്റംസ് വെച്ചിട്ടുണ്ട്. ഈ ബാഗിനകത്തൊക്കെ ഗ്രോസറി ഐറ്റംസാണ്. അങ്ങനെ സാധനം എല്ലാം ട്രോളിക്കകത്താക്കി ഇതെല്ലാം നമ്മുടെ കാറിനകത്ത് കൊണ്ടുവച്ച് 4 വീടുകളിൽ കൊടുക്കണം. ഇതാണ് നമ്മുടെ ഉച്ചക്കത്തെ 1:30 വരെയുള്ള പരിപാടി. No worries. Thank you. Hello. Hello. അങ്ങനെ 1:30 ആയപ്പോൾ ഷിഫ്റ്റ് കഴിഞ്ഞു. ഞാൻ താമസിക്കുന്നിടത്തുനിന്നും 17 മൈൽ ദൂരെയാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇവിടെ നിന്ന് വീട്ടിലോട്ട് ഇനി എനിക്ക് 38 മിനിറ്റോളം ഉണ്ട്. നേരെ വീട്ടിൽ ചെല്ലുക, ഒരു 20 മിനിറ്റ് വീട്ടിൽ നിൽക്കുക, പിന്നെ അടുത്ത ഷിഫ്റ്റിലേക്ക് പോവുക. അതാണ് നമ്മുടെ അടുത്ത പരിപാടി. അങ്ങനെ ഒട്ടും സമയം കളയാതെ വീട്ടിലെത്തി ഞാൻ ഇവനെ ഓണാക്കി. ഇവന്റെ പേരാണ് A1 മിനി ബാംബു പ്രിന്റർ. ഇവനൊരു 3D പ്രിന്ററാണ്. എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. എൻ്റെ ഫ്രണ്ടിൻ്റെയാ, പക്ഷെ മേടിക്കണം. വൈഫിനെ എങ്ങനെയെങ്കിലും കാണിച്ച് ഇത് ഇഷ്ടപ്പെടുത്തിയിട്ട് വേണം എനിക്ക് മേടിക്കാൻ. അതുകൊണ്ട് ഞാൻ അവളെ ഇതൊന്ന് വിളിച്ച് കാണിക്കുമായിരുന്നു. ഉച്ചയ്ക്ക് ഒത്തിരി വിശപ്പില്ല, അതുകൊണ്ട് അടുത്ത ഷിഫ്റ്റിലോട്ട് പോകാൻ വെള്ളവും ഒരാപ്പിളും ഇച്ചിരി ജ്യൂസും എടുത്ത് ആമസോണിന്റെ വെയർഹൗസിലോട്ട് നമ്മൾ നേരെ പോയി. ഇനി നമ്മളെ കാത്തിരിക്കുന്നത് എത്ര പാഴ്സലാണെന്നോ ഏത് സ്ഥലത്തോട്ടാണെന്നോ അറിയത്തില്ല. ഏതായാലും ഇവിടെ നമുക്കിന്ന് 37 വീട്ടിൽ കാർഡിഫിലാണ് കൊടുക്കേണ്ടത്. ഇവിടെ നിന്നൊരു 11 മൈലേ ഉള്ളൂ. സോ വണ്ടിക്കകത്തോട്ട് സാധനം കയറ്റി നമുക്ക് നേരെ വിടാം. അങ്ങനെ സമയം 6 മണിയായപ്പോൾ നമ്മുടെ ഷിഫ്റ്റ് കഴിഞ്ഞു. 6:15 വരെ ഷിഫ്റ്റ്. 6 മണിക്ക് തീർത്തു. അങ്ങനെ പറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ നമ്മൾ തീർത്തു കൊടുത്തു. പിന്നെ നമ്മൾ ഊബർ ഓണാക്കി. 12 പൗണ്ടിനൊക്കെയാണ് അടിക്കുന്നത്. ഇന്ന് വൈകിട്ട് ഊബർ എല്ലാം നല്ല റേറ്റിനാണ് അടിച്ചത്. 7, 8, 10, 12, 14 അങ്ങനൊക്കെ അടിച്ചു. ഞാൻ ഏതായാലും 8 ട്രിപ്പ് എടുത്തു. നമുക്ക് 65 പൗണ്ട് വൈകിട്ട് ഊബർ ഓടി കിട്ടി. ഇടയ്ക്ക് എന്റെ കണ്ണൊന്ന് മയങ്ങി. അപ്പോൾ ഇങ്ങനെ ഞാൻ റോഡിൽ ഇറങ്ങി ഒന്ന് നിൽക്കും. അപ്പോൾ ഉറക്കമൊക്കെ പമ്പ് നടക്കും. എന്തൊക്കെ പറഞ്ഞാലും ഊബർ ഓടുന്നത് ഭയങ്കര രസമാണ്. ഫ്രീഡം ആൻഡ് ഫ്ലെക്സിബിലിറ്റിയാണ് ഇതിന്റെ മെയിൻ ഹൈലൈറ്റ്. നമുക്ക് തോന്നുമ്പം ഓടാം, തോന്നുമ്പം ഓഫാക്കി വീട്ടിൽ പോകാം. പകല് മുഴുവൻ ബിസിയായിട്ടുള്ള നഗരമാണ്. രാത്രിയായപ്പം എല്ലാവരും വീട്ടിൽ പോയി. എല്ലാവരും വീട്ടിൽ നിന്ന് ഫുഡ് ഓർഡർ ചെയ്യുക. അത് നമുക്ക് ഏതായാലും ഒരു അഡ്വാൻറ്റേജ് ആയി. അങ്ങനെ നടന്ന് ഞാൻ ഫുഡ് ഡെലിവറി ചെയ്തുകൊണ്ടിരിക്കുക. ഇന്ന് വൈകിട്ടത്തെ ഡിന്നർ ഞാൻ ഓർഡർ എടുക്കാൻ വന്ന ബർഗർ കിങ്ങിൽ നിന്ന് തന്നെ ഞാൻ മേടിച്ചു. അങ്ങനെ ഓർഡർ എടുത്തുകൊണ്ടിരിക്കുമ്പം വേറൊരു പുള്ളിക്കാരനെ കണ്ടു. പുള്ളിക്കാരൻ ഊബർ ഈറ്റ്സ് ഒക്കെ നിർത്തി ടാക്സി ഓടാനുള്ള പരിപാടിയിലാണെന്ന് എന്നോട് പറഞ്ഞു. ഇതിനേക്കാളും മെച്ചം കാണുമായിരിക്കും. ഏതാണേലും ഫുഡൊക്കെ കഴിച്ച് നേരെ വീട്ടിൽ പോയി വണ്ടി ചാർജ് ചെയ്തു. അങ്ങനെ ഇന്ന് നമ്മൾ ആമസോൺ 100 പൗണ്ടും ഊബർ 65 പൗണ്ട് ഓടി. ടോട്ടൽ 165 പൗണ്ട് രാവിലെ 11:30 തൊട്ട് രാത്രി 9 മണി വരെ ഓടി. ഇന്നലെ നമ്മൾ 100 മൈലേ ഓടിയുള്ളൂ. ഇന്ന് 135 മൈൽ ഓടേണ്ടി വന്നു. എല്ലാ ദിവസവും ഒരുപോലെ ആയിരിക്കണമെന്നില്ല. അപ്പോൾ ഇതായിരുന്നു ഡേ 2 ഓഫ് 1 വീക്ക് UK ഡെലിവറി ജോബ് ഏർണിംഗ്സ്. അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ എൻ്റെ കൂടെ കൂടിക്കോ, ഫോളോ ചെയ്തോ. നാളെ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. എല്ലാവർക്കും ബൈ.